ആദ്യകാലത്ത് ഞാൻ പല സ്ഥലങ്ങളിലും കുറേ അലഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. പിന്നെ മനുഷ്യങ്ങനെയൊക്കെ ആണേലും ഈ ഖബറിന് ചുറ്റും എന്തോ ചൈതന്യവും ശക്തിയുള്ളതാണ് എന്നോട് പിടിച്ചു നിർത്തുന്നത്. ഹലോ, അവനോടൊന്ന് സംസാരിക്കണമായിരുന്നു. മോനൊന്ന് കൊടുക്കുവോ? നിങ്ങളുടെ കുടുംബമൊക്കെ കളിയാക്കും. നിങ്ങൾക്ക് ആണുങ്ങൾക്ക് 4 വരെ കെട്ടാലോ.
കാശുണ്ടെങ്കിൽ 4 പേരെ കെട്ടാം. കാശ് വേണം. ഞങ്ങൾക്ക് കാശുണ്ടെങ്കിലും കെട്ടാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആണുങ്ങൾക്ക് മരിച്ച് സ്വർഗത്തിൽ പോയാലും ഹൂറുകളെ കിട്ടും. ഞങ്ങൾക്ക് അവിടെ പോയാലും കിട്ടില്ല. എനിക്ക് ബാങ്ക് വിളിക്കാൻ സമയം. ഗൾഫ് പണത്തിന് ഇക്കാര്യങ്ങളിൽ വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ പറയും. എണ്ണപ്പണത്തിൻ്റെ കൊഴുപ്പിലാണ് ഈ തീവ്രവാദങ്ങളൊക്കെ തഴയ്ക്കുന്നത്. ഒരു കാലത്ത് മിനി ഗൾഫ് എന്ന് വിളിച്ചിരുന്ന സ്ഥലങ്ങൾ നോക്കൂ. വർക്കല, ചാവക്കാട്, ഏത് സമുദായത്തിനാണ് ഇതിലൊക്കെ ഭൂരിപക്ഷമുള്ളത്? കുഴൽപ്പണ കേസുകൾ ഏറെയും വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഗൾഫ് പണം ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥയായി മാറിയതാണ് ഈ കുഴപ്പങ്ങളുടെ ഒക്കെ കാരണം. ഈ കേരളം എന്ന മാതൃകാ നാട് ഇത്രയും നാൾ നിലനിന്നത് ഈ ഗൾഫ് പണം കൊണ്ടാണ് എന്നുള്ള കാര്യം മറക്കരുത്. അത് സമാന്തര സാമ്പത്തിക വ്യവസ്ഥയല്ല, അതാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ. ഈ തീയരും മാപ്പിളാരും ദളിതരും ഒക്കെ ഇവിടെ ഗതി പിടിക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കൂട്ടത്തോടെ ഗൾഫിലേക്ക് പോയത്. സർക്കാർ സർവീസിലെ റെപ്രസെൻറ്റേഷൻ്റെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കൂ. അവരവിടെ മരുഭൂമിയിൽ കിടന്ന് വിയർപ്പൊഴുക്കി അയക്കുന്ന പണത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് മലയാളി ക്യൂബയെക്കുറിച്ചും കൊളംബിയയെക്കുറിച്ചും ഒക്കെ ഇൻ്റലക്ച്വൽ മാസ്റ്റർബേഷൻ നടത്തുന്നത്. ഇത് ഞങ്ങളുടെ ആരും അല്ല. Ha ha ha!